എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഒരു ഡോക്ടറെ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്, അതല്ല അത് എക്സസൈസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ, കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കയ്യിലൊരു മുറിവ് സംഭവിച്ചാൽ ഒരു ചെറിയ സമയമെടുത്ത് അത് സ്വമേധയാ മാറാറുണ്ട് എന്ന് കരുതി എല്ലാ അസുഖങ്ങളും അതുപോലെ സ്വാഭാവികമായും മാറിക്കൊള്ളണം എന്നില്ല. ചില സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ശ്രോതാക്കൾക്കൊക്കെ സുപരിചിതനായ, കഴിഞ്ഞ ചില എപ്പിസോഡുകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസീൽ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോടാണ് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്നിവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും അങ്ങനെ സ്വാഭാവികമായി മാറുന്നൊരവസ്ഥയല്ലല്ലോ ഉള്ളത്. എന്നാൽ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുറി മാറുന്നത് പോലെ പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. റീജനറേറ്റീവ് മെഡിസിൻ വിഭാഗത്തിൽ നമുക്ക് ചില അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുന്നത്. എന്താണ് ഡോക്ടർ ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നൊരു രൂപത്തിലെന്ന് പറയുമോ? റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം അതിനൂതനമായിട്ട് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അത് നമ്മൾ മരുന്നുകളല്ല അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ ശരീരത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ റിപ്പയറിങ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ അത് ഉണങ്ങാൻ സാധ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ റീജനറേഷൻ ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് വളർത്തുക എന്നുള്ളതാണല്ലോ, പുനർജനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോശങ്ങൾ ഉണ്ട്, പലതരം കോശങ്ങളുണ്ട്. അപ്പോൾ ആ കോശങ്ങളെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിലെ പരിക്കുകളോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള റിപ്പയറിങ് വർക്കുകളോ ശരിയാക്കിയെടുക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയാണത്. അപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ വീട്ടിലൊരു മതിൽ പൊളിഞ്ഞാടി കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കും, ഇതുപോലെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അതുപോലെ എന്നും പറയാം. അങ്ങനെയും ചില കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ടിഷ്യൂ നമ്മൾ പറയും അല്ലേ, ചില ഓർഗൻസിൽ അവിടെ അത് നടക്കും. അതേസമയം ചില ഭാഗങ്ങളിൽ അത് നടന്നോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത് പലയിടത്തും പല ആക്ഷനാണ് വരുന്നത്. ഇപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ ഉണക്കം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിലാണ് ഇപ്പം ഇൻ്റർവെൻഷൻ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ അത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടകൾക്ക്, ഈ ടെൻഡൻസ് ലിഗമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പാടകൾ, സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത് വേദനകളിൽ ഒക്കെ ആയിട്ടുള്ള, അതൊക്കെ പല ഇഞ്ചുറീസ് കാരണമായിരിക്കും. മുട്ട് തേയ്മാനം, ഇപ്പം നട്ടെല്ലിൽ പല ഭാഗത്തേക്കും, ഈവൻ ഇപ്പം പാരലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മറ്റേ കാലുകൾ രണ്ടും തളർന്നു പോയിട്ടുള്ള ആളുകളിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇതിൽ മുതൽ ഇപ്പം അതുപോലെ നമ്മൾ അണ്ഡാശയത്തിൽ നിന്നും അണ്ടം കൂടുതൽ നല്ല ആരോഗ്യപരമായ അണ്ടം കിട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ കോമണായി കാണുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന, ഇതുപോലെ തന്നെ ഉള്ള ആൾക്കാർ ഇത് കുറേ കാലം വേദന സഹിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? അതല്ലെങ്കിൽ ഈ ഒരു ചികിത്സ
ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അത്തരം ചികിത്സകൾ ഏതെല്ലാം ചികിത്സകളിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർ പറയും. പ്രധാനമായിട്ട് ഇപ്പം പ്രായമായവരിലാണല്ലോ നമ്മൾ വേദനകൾ ഇപ്പം അതിൽ തന്നെ മുട്ടുവേദന നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ്. മുട്ടുവേദന വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ആ സംഗതിയിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. അപ്പോൾ PRP എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിനിൽ നമ്മൾക്ക് അതിനെ പല സംഗതി ഉണ്ട്. ഇപ്പോൾ ഒരു PRP എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, GFC എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സോസോംസ് ഉണ്ട്, സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിലവേറിയൊരു ചികിത്സ. അപ്പോൾ ഈ PRP തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2-3 തവണ അത് ചെയ്യേണ്ടി വരും. നിശ്ചിത ഗ്യാപ്പിൽ അളവിൽ സമയത്തിൻ്റെ അളവിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 4 മാസം 5 മാസമൊക്കെ എടുത്തിട്ട് അതിൽ അതായത് തിരിച്ച് ഇപ്പം 5 വർഷത്തിനൊക്കെ ശേഷം എക്സ്റേ കാണുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം മുന്നത്തേനേക്കാൾ എക്സ്റേ പോലും മുട്ട് തേയ്മാനം കുറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് തുടക്ക സ്റ്റേജിലുള്ളൂ. അവസാന സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇതൊന്നും അത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സർജറിയിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കത് റിക്കവറൻസ് സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെ തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്റ്റേജിലുള്ളവർക്ക് വളരെ നല്ല റിക്കവറൻസ് ആണ്. അതായത് 90% സക്സസ്ഫുൾ ആണത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ളൊരു മെയിൻ സംഗതിയാണ്. ഗ്രോത്ത് ഫാക്ടർ തന്നെ ശരീരത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് മരുന്നല്ല, നമ്മളെ ശരീരത്തിൽ കോശങ്ങളിലുള്ളിൽ തന്നെ ഇങ്ങനത്തെ സംഗതിയുണ്ട്. പ്രായം ചെല്ലുമ്പോൾ ഈ രക്തോട്ടം കുറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് അതവിടെ എത്താത്തതുകൊണ്ടാണ് ഈ പാടൊക്കെ ഒന്നും വളർച്ച വരാത്തത്. നമ്മൾ ഈ ഒരു അസുഖത്തിനപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള ചികിത്സ നമ്മളെ ശരീരത്തിൽ തന്നെ എടുത്തിട്ടുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലെ ചില വളരാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കുത്തിവെച്ച് കൊടുക്കുക. ശരീരം തന്നെയാണ് അവിടെ വളരുന്നത്, നമ്മളതിന് മരുന്നെന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ റിപ്പയറിങ്ങും നടക്കും. സ്വാഭാവികമായിട്ടും ആ വേദന കുറയുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ സാധ്യമാവുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ പലരും മരുന്നുകളെ ഒരുപാട് പേടിക്കുന്ന ആളുകളുണ്ട്. മരുന്നുകൾ ഒരുപാട് വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ള. എന്നാൽ ഇത് മരുന്നുകളേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് രോഗത്തെയാണല്ലോ. അപ്പോൾ രോഗത്തെ ഭയക്കുന്നവരോട്, മരുന്നിനെ ഭയക്കുന്നവരോട് മൊത്തത്തിൽ നല്ലൊരു ചിന്തയാണ് ഡോക്ടർ തന്നത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ ശരീരം കൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളൊരു ചിന്ത. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവായ മെത്തേഡ് ആണോ, അതോ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണ്? അതായത് ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ, അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 1 ഡേ കടന്ന് ചെയ്യേണ്ട ചികിത്സയാണോ? ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. വന്നു ഒരു 2-3 മണിക്കൂർ സമയം കൊണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഒബ്സർവേഷൻ കഴിയുന്നു, പോകുന്നു. എന്തൊക്കെയാണെങ്കിലും രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 തവണ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് 5 വർഷം കഴിഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്യണം. ചില സ്റ്റഡീസ് പറഞ്ഞ് ഓരോ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ അത് പിന്നെ ഓരോ തവണ ചെയ്താൽ മതി. അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സസൈസും അങ്ങനത്തെ കുറേ റീഹാബിലിറ്റേഷനൊക്കെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു രീതി, കേവലം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫലപ്രാപ്തി കുറേ കൂടി ഉയർത്താനും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലോണം കുറയുന്നുണ്ട്. അതായത് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻ പിന്നെ ചെയ്യേണ്ടി വരാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എക്സസൈസും വെയിറ്റ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ട മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയും കൂടി കൂടുന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ബാക്ക് പെയിൻ, ഈ ബാക്ക് പെയിന് ഇതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ച് മടുത്ത ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് പിന്നെ ഊര വളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അവരോട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഒരു മരുന്ന് കുടിക്കാതെ, ഒരുപാട് മരുന്നുകൾ കുടിക്കാതെ നമുക്ക് ഇത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ബാക്ക് പെയിൻ ചികിത്സിക്കാൻ ഒരു പരിധി വരെ ഒരു 85% ബാക്ക് പെയിനും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എക്സസൈസ് റീഹാബിലിറ്റേഷൻ വഴി ചികിത്സിക്കാൻ പറ്റും. അതെന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ്. ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഡോക്ടറെ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്.
അതല്ല അത് എക്സസൈസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. അതായത് അധികം സമയം നിൽക്കാൻ പാടില്ല, നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നോളി, പക്ഷെ നിൽക്കരുത് എന്ന് പറയും. ഈവൻ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ഈവൻ പ്രായമുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അവർക്ക് പറ്റുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അവർ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. പിന്നെ അത് പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ നിർത്താനാണ് പറയുക പൊതുവേ. പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും. പെയിൻ സഹിച്ച് മുന്നോട്ട് പോകൽ പ്രയാസമായിരിക്കും. അപ്പോൾ കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ സാധാരണഗതിയിൽ എക്സ്റേയിൽ അങ്ങനെ മനസ്സിലാവാറില്ല. നമ്മൾ MRI സ്കാനൊക്കെ ആണ് അതിൽ പോവുക. അപ്പോൾ MRI എടുത്ത് നമ്മളതിന് മനസ്സിലാക്കി ഈ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് MRI റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യത്യാസം കാണാനുണ്ട്. പക്ഷേ അതിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സസൈസിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിലനിന്ന് പോകുന്നില്ല പല ആളുകളും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. വഴിയിലിട്ട് പോകുക, അല്ലെങ്കിൽ ഇവരെ ഇത് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ശരിയായി എന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അത് നിരന്തരമായിട്ട് അത് തുടർന്ന് പോകുന്ന ആളുകളിൽ അത് ആ വ്യത്യാസം കാണുന്നുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുട്ടുവേദനയ്ക്കും അങ്ങനെ തന്നെയാണ്. മുട്ടുവേദനയും ഈ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിൽ ഇപ്പം ഈ തേയ്മാനം റിവേഴ്സ് ആവാറില്ല എക്സസൈസിൽ. പക്ഷേ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ തൊടൻ്റെ മസിൽസും അതൊക്കെ സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ മുട്ടുവേദന, അത് മാത്രം ചെയ്താൽ തന്നെ മുട്ടുവേദന കുറയും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ PRP എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ ഇപ്പോൾ നമുക്ക് ഈ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ PRP ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലാബിൽ കുറച്ച് സമയം എടുക്കും. അത് അരമണിക്കൂർ 3/4 മണിക്കൂർ വരെ സമയം എടുക്കും ആ പറഞ്ഞ സംഗതി വേർതിരിച്ചെടുക്കാനും. പിന്നെ നമ്മളത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ അത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടുന്നുണ്ട്. ആ കറക്റ്റ് നമ്മൾ ആ കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങൾ ഇമേജ് ഗൈഡൻസ് എന്നറിയും. കണ്ടുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രാപ്തി, കാണാതെ ചെയ്താലും കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ഈ എക്സസൈസ് ഒരു വലിയ ഘടകമാണ്. അത് ഈ തുടക്ക സ്റ്റേജിലെ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മുട്ടുവേദന നടുവേദന വരുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിനെ കുറച്ച് മരുന്ന് കഴിച്ച് അത് മാറിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ട് നിന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അതൊരു നിരന്തരമായിട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വേണമെങ്കിൽ വിളിക്കുക. അതിൻ്റെ ഭാഗമാക്കി എക്സസൈസൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ റിസൾട്ട് നല്ലോണം കിട്ടുന്നുണ്ട്. ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ യുവാക്കളിലൊക്കെ ഈ ഇഞ്ചുറീസ് ഉണ്ടല്ലോ, സ്പോർട്സ് ഇഞ്ചുറി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓപ്പറേഷൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ചികിത്സ ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓപ്പറേഷൻ, ചില ഘട്ടത്തിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നല്ല പരിക്ക് പറ്റി അല്ലെങ്കിൽ ചില പാടകളൊക്കെ പൊട്ടി മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ ചികിത്സ കൊണ്ട് തിരിച്ച് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തത് പോലും ഇപ്പം നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്ന പോലെ ഇപ്പം മുട്ടിൻ്റെ അകത്തുള്ള ചില ലിഗമെൻ്റ് ഇഞ്ചറീസൊക്കെ അങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. ഈ സംഗതി കൊടുക്കുന്നു, എന്നിട്ട് അവർ പ്രത്യേകതരം ബ്രേസിങ് ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവരത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതും കൂടി കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഫാസ്റ്റർ റിക്കവറിയാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. സർജിക്കൽ റിക്കവറി കഴിഞ്ഞാലും ഇവർക്ക് കുറേ കാലം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനീഷ്യലി റീഹാബിലിറ്റേഷൻ തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ. കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. അവർ ഈ പ്ലെയേഴ്സൊക്കെ പലരും പോയി ഓഫ് സീസണിൽ റീജനറേറ്റീവ് മെഡിസിൻ ഇങ്ങനത്തെ തെറാപ്പികളൊക്കെ എടുത്തു തുടങ്ങി. അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അസുഖം വരുന്നതിൻ്റെ മുമ്പേ വരാതെ എങ്ങനെ നല്ല നിലയിൽ 80-90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഇതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വരാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും. പ്ലെയേഴ്സിനൊക്കെ അറിയാം അവരെ ഏത് ലിഗമെൻറ്റ്സാണ് കൂടുതൽ ഇഞ്ചുറി ആവുക എന്നൊക്കെ. ഇപ്പോൾ ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതിനാണ് കൂടുതൽ പരിക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ. അവരതൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് സാധാരണക്കാരിലും അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, അസുഖം വരുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ തുടക്കത്തിൽ ചെയ്യുക എന്നുള്ളത് ആണ് സാധാരണക്കാരെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർ ഓർക്കേണ്ട ഒരു സംഗതി. അത് ഡോക്ടർ, ഈ കാട് വെട്ടണ മെഷീന്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ല ശരീരം നല്ല ജെർക്കിയാണല്ലോ.
അവർക്ക് സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ, അതായത് അവർക്ക് ഈ ഷോൾഡർ പെയിൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഷോൾഡർ പെയിന് അതല്ലാത്ത ആളുകൾ ഷോൾഡർ പെയിൻ പറയാറുണ്ട്. ഞാനൊരു ഇതെടുത്തു എന്ന് പറഞ്ഞു മാത്രം. ഷോൾഡർ പെയിനും നമ്മുടെ ഈ ഒരു ചികിത്സാ രീതി തമ്മിൽ എന്താണ്? ഷോൾഡർ പെയിൻ ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ജോലിയും ലാപ്രോസ്കോപ്പിക് സർജൻസ് അത് കൂടുതൽ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജൻസ് ഒരു പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ സർജറി ചെയ്ത ഒരു ഷോൾഡർ പെയിൻ പറയാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ഇങ്ങനത്തെ ജോലികളൊക്കെ അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഷോൾഡറിൽ ചെറിയ പരിക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ ഷോൾഡറിനൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പല മസിൽസും ബാക്കിൽ നിന്ന് വരുന്ന പല മസിൽസും റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും, അതിൻ്റെ ടെൻഡൻ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ പെയിനാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോയിട്ട് കൈ പൊന്തിക്കാൻ പ്രയാസമായി മാറും. അത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഒന്നും കൂടി കൂടും, ഇൻഫ്ലമേഷൻ്റെ സാധ്യത കൂടുന്നതുകൊണ്ടാണ് അത് വരിക. അപ്പോൾ ഫ്രീസിങ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അതിന് നമുക്ക് സാധാരണഗതിയിൽ ഈ സംഗതികൾ ഉപയോഗിക്കാതെ തന്നെ ഹൈഡ്രോ ഡിസെക്ഷൻ എന്ന് പറയും, അതായത് ആ ഒട്ടിപ്പിടുത്തത്തിന് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഡിസെക്റ്റ് ചെയ്യുക, അതിങ്ങനെ വിടിപ്പിക്കുക. പണ്ടത് സർജറി ചെയ്താൽ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റും, വേദന ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ വല്ല പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഘട്ടത്തിൽ MRI ചെയ്തിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിക്കുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ PRP ആണ് ചെയ്യുക. PRP ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ GFC എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, ആ സംഗതി ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീജനറേറ്റീവ് മെഡിസിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ആ സംഗതി ചെയ്യുന്ന സമയത്ത് ആ പരിക്കുകൾ, പക്ഷേ അത് കുറച്ച് സമയം എടുക്കും, അത് റിക്കവറി ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും. പക്ഷേ ഈ ഒട്ടിപ്പിടുത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് തന്നെ വിടിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്ത് എക്സസൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പലപ്പോഴും പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യം, ഈ പറഞ്ഞ ഹൈഡ്രോ ഡിസെക്ഷനൊന്നും ആവശ്യം വരാതെ തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഫിസിയോതെറാപ്പി അതിലൊരു വലിയ ഘടകമാണ്. ഒരാഴ്ചയൊക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കി വീട്ടിൽ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അത്ര ആക്ടിവിറ്റിയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചിലർക്ക് ജീവിതോപാധിയായിരിക്കും, പറ്റിക്കൊള്ളണമെന്നില്ല. ചില പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഡോക്ടർ പറയണത് അല്ലേ? അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളിൽ തന്നെ ഈ മസ്കുലോസ്കെറ്റൽ ഫിസിയോതെറാപ്പി എല്ലാത്തിനും സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ആ മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിക്കുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ലൊരു പരിധി വരെ മാറും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ എർഗണോമിക്സ് എന്ന് പറയും, അതായത് അവരിപ്പോൾ ഈ പിടിക്കുന്ന ഹൈറ്റ് അതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറയും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും അതുണ്ട്. IT പ്രൊഫഷണൽസിനാണ് ഇപ്പോൾ വല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ഇരുത്തം ശരിയാക്കുക. അങ്ങനെ ഇപ്പോൾ ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന ഡെൻറ്റിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കഴുത്ത് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നവർ. അപ്പം അതിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മളെ കണ്ണിൻ്റെ ഹൈറ്റിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കറക്റ്റായി വെക്കുക, തല ഇങ്ങനെ താഴ്ത്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിവെൻഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വന്നാൽ തന്നെ വലിയ സംഗതികൾ ചെയ്യുന്ന സർജറി ഇൻ്റർവെൻഷനൊക്കെ ഒഴിവാക്കാൻ തന്നെ കഴിയുന്നുള്ളതാണ്. താങ്ക് യു ഡോക്ടർ. നമ്മളീ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് ഏരിയകളിലൂടെ സഞ്ചരിച്ചു. അതായത് ഇപ്പം സർജറിക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് ഇനി സർജറി ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു ആശ്വാസം, ഇനി മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നല്ലൊരു വെളിച്ചമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. ചെറിയൊരു സമയം നമ്മളോടൊപ്പം ഇരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.